നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. പ്രായപൂർത്തിയായ ഒരു ഹംസത്തിൻ്റെ കൊക്കിൻ്റെ നിറം എന്താണ്? ഓറഞ്ച്, മഞ്ഞ, പച്ച, ചുവപ്പ്. ഓറഞ്ച് നിറമായിരിക്കും. പുഴു വിരിഞ്ഞതിനു ശേഷം ആദ്യം കഴിക്കുന്നത് എന്താണ്? കാലുകൾ, പുറംതോട്, കൂട്, ചെറിയ പ്രാണികളെ. പുഴു വിരിഞ്ഞതിനു ശേഷം ആദ്യം കഴിക്കുന്നത് അതിൻ്റെ പുറംതോടായിരിക്കും. ഏറ്റവും വലിയ ജലപക്ഷിയായ ട്രംപറ്റർ ഹംസത്തിന് എത്ര പൗണ്ട് ഭാരമുണ്ട്? 10 പൗണ്ട്, 20 പൗണ്ട്, 14 പൗണ്ട്, 30 പൗണ്ട്. 30 പൗണ്ട് ഭാരം ഉണ്ടാകും. വാൾറസിന് ഒരു ദിവസം എത്ര കക്കകൾ കഴിക്കാൻ സാധിക്കും? 6000, 7000, 8000, 5000. വാൾറസിൻ എന്ന ജീവിക്ക് ഒരു ദിവസം 5000 കക്കകൾ കഴിക്കാൻ സാധിക്കും. പെൻഗ്വിനുകൾക്ക് എത്ര ഉയരത്തിൽ ചാടാൻ കഴിയും? 6 അടി, 5 അടി, 7 അടി, 9 അടി. സാധാരണയായി പെൻഗ്വിനുകൾക്ക് 6 അടി വരെ ചാടാൻ കഴിയും. മൂങ്ങകൾക്ക് എത്ര ഡിഗ്രി തല തിരിക്കാൻ കഴിയും? 360 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 250 ഡിഗ്രി. മൂങ്ങകൾക്ക് 270 ഡിഗ്രി തല ചെരിക്കും. ഏത് പ്രാണിക്കാണ് മനുഷ്യൻ്റെ മുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയുക? കടന്നൽ, തേനീച്ച, പൂമ്പാറ്റ ഇവയെല്ലാം. മനുഷ്യൻ്റെ മുഖങ്ങൾ തിരിച്ചറിയാൻ ഇവയ്ക്കെല്ലാം സാധിക്കും. ഇൻഫ്രാറെഡ് ക്യാമറകളിൽ കാണുമ്പോൾ അദൃശ്യനായിരിക്കുന്ന മൃഗം ഏതാണ്? കുരങ്ങൻ, ധ്രുവക്കരടി, സ്ലോത്ത്, ആന. ഇൻഫ്രാറെഡ് ക്യാമറകളിൽ ധ്രുവക്കരടികൾ അദൃശ്യനായിരിക്കും. നീലത്തിമിംഗലത്തിൻ്റെ നാവിന് ഏത് മൃഗത്തിൻ്റെ അത്രയും ഭാരം ഉണ്ടാകും? കുരങ്ങൻ, കരിമ്പുലി, ആന, ഹിപ്പോപ്പൊട്ടാമസ്. നീലത്തിമിംഗലത്തിൻ്റെ നാവിന് ഒരു ആനയുടെ ഭാരം ഉണ്ടാകും. എത്ര സസ്തനികൾക്ക് മുട്ടയിടാൻ കഴിയും? 15, 17, 5, 8. ഭൂമിയിലെ 5 സസ്തനികൾക്ക് മുട്ടയിടാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ മൃഗം ഏത്? സ്ലോത്ത്, ആമ, ഒച്ച് ഇവയൊന്നുമല്ല. ഭൂമിയിലെ ഏറ്റവും വേഗത കുറഞ്ഞ മൃഗമാണ് സ്ലോത്ത്. ഒരു ഒച്ചിന് എത്ര വർഷം ഉറങ്ങാൻ കഴിയും? 2 വർഷം, 3 വർഷം, 5 വർഷം, 4 വർഷം. ഒരു ഒച്ചിന് അതിൻ്റെ ജീവിത കാലയളവിൽ 3 വർഷം ഉറങ്ങാൻ കഴിയും. വോക്കൽ കോഡുകൾ ഇല്ലാത്ത സസ്തനി ഏത്? മുയൽ, കരടി, ജിറാഫ്, ആന. വോക്കൽ കോഡുകൾ ഇല്ലാത്ത സസ്തനിയാണ് ജിറാഫ്. ഒരു തേനീച്ചയ്ക്ക് എത്ര കണ്ണുകളാണ് ഉള്ളത്? 3 കണ്ണുകൾ, 17 കണ്ണുകൾ, 11 കണ്ണുകൾ, 5 കണ്ണുകൾ. തേനീച്ചകൾക്ക് 5 കണ്ണുകളാണ് ഉള്ളത്. പെൺകഴുതയെ എന്താണ് വിളിക്കുന്നത്? ജെന്നി, ജിഫ്, പോണി, മാക്രോ. പെൺകഴുതകളെ വിളിക്കുന്ന പേരാണ് ജെന്നി. ഫ്ലെമിഷ് ഭീമൻ ഏത് തരം മൃഗമാണ്? നായ, എരുമ, മുയൽ, ചെന്നായ. ഫ്ലെമിഷ് ഭീമൻ മുയലാണ്. ചെമ്മീനിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയറിൽ, വാലിൽ, ചെവിയിൽ, തലയിൽ. ചെമ്മീനിൻ്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ തലയിലാണ്. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്? കെരാറ്റിൻ, ഫ്രൂക്കോന്തിൻ, ലിബെർലിൻ, ഔക്സിൻ. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് കെരാറ്റിൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്.
പശുവിൻ്റെ വയറ്റിൽ എത്ര അറകളാണ് ഉള്ളത്? 6 അറകൾ, 4 അറകൾ, 9 അറകൾ, 3 അറകൾ. ഒരു പശുവിൻ്റെ വയറിൽ 4 അറകളാണ് ഉള്ളത്. ഒരു സ്രാവിന് എത്ര അസ്ഥികളാണ് ഉള്ളത്? 5 അസ്ഥികൾ, 12, 7 അസ്ഥികൾ. അസ്ഥികൾ ഇല്ല. കടലിൽ വളരുന്ന സ്രാവിന് അസ്ഥികൾ ഉണ്ടായിരിക്കുകയില്ല. ഉറുമ്പുകൾക്ക് ഏത് അവയവമാണ് ഇല്ലാത്തത്? ശ്വാസകോശം, ആമാശയം, നാക്ക്, വിസർജനാവയവം. ഭൂമിയിൽ കാണുന്ന ഉറുമ്പുകൾക്ക് ശ്വാസകോശം ഉണ്ടായിരിക്കുകയില്ല. ഒരു മരം കൊത്തി സെക്കൻഡിൽ എത്ര തവണ മരത്തിൽ കൊത്തും? 10 തവണ, 20 തവണ, 30 തവണ, 15 തവണ. മരം കൊത്തി സെക്കൻഡിൽ 20 തവണ കൊത്തും. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത്? ആന, കുരങ്ങൻ, ജിറാഫ്, മാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദം ജിറാഫിനാണ്. പൂച്ചകൾക്ക് സാധാരണയായി എത്ര കാൽവിരലുകളാണ് ഉള്ളത്? 19, 20, 25, 18. 18 വിരലുകൾ ഉണ്ട്. ഒരു ധ്രുവക്കരടിയുടെ തൊലിയുടെ നിറം എന്താണ്? കറുപ്പ്, വെളുപ്പ്, കാപ്പി, ചാരനിറം. ധ്രുവക്കരടിയുടെ തൊലി കറുത്ത് ഇരിക്കുന്നു. ഒരു ഭീമൻ പാണ്ട ഒരു ദിവസം എത്ര മുള തിന്നും? 23, 84, 55, 33. 84 മുള വരെ തിന്നും. ഒരു പഫർ ഫിഷിൽ നിന്നുള്ള വിഷത്തിന് എത്ര മനുഷ്യരെ കൊല്ലാൻ കഴിയും? 15, 30, 5, 25 മനുഷ്യരെ. 30 മനുഷ്യരെ കൊല്ലാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് ഏത്? തായ്പൻ, മില്ലിപ്പീഡ്, പെരുമ്പാമ്പ്, അണലി. ഏറ്റവും വിഷമുള്ള പാമ്പ് ആണ് തായ്പൻ. ഇക്കിളിപ്പെടുത്തുമ്പോൾ ചിരിക്കുന്ന മൃഗം ഏത്? മുയൽ, കോല, എലി, ആട്. മനുഷ്യനെ പോലെ ഇക്കിളിപ്പെടുത്തുമ്പോൾ ചിരിക്കുന്ന മൃഗമാണ് എലി. കോലകൾ ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ ഉറങ്ങും? 20 മണിക്കൂർ, 22 മണിക്കൂർ, 25 മണിക്കൂർ, 30 മണിക്കൂർ. ഒരു ദിവസം 20 മണിക്കൂർ ഉറങ്ങുന്നു. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന വലിയ രക്തക്കുഴൽ ഏതാണ്? ആർട്ടറി, കാപ്പിലറി, നാഡി, സിര. ആർട്ടറി എന്ന രക്തക്കുഴലാണ്. താഴെ പറയുന്നവയിൽ വിറ്റാമിൻ ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഫോളിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്, റൈബോഫ്ലോവിൻ, തയാമിൻ. അസ്കോർബിക് ആസിഡാണ് ശരിയായ ഉത്തരം. വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ്? പിങ്ക് എ, ടൈഫോയിഡ്, 5-ാം പനി ഇവയൊന്നുമല്ല. വായുവിലൂടെ പകരുന്ന രോഗമാണ് 5-ാം പനി. ശരീരത്തിലെ ഏത് അവയവമാണ് പിത്തരസം എന്നറിയപ്പെടുന്ന ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നത്? വൃക്ക, പാൻക്രിയാസ്, പിത്താശയം, കരൾ. കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് സ്റ്റിറോയിഡ്? ഈസ്ട്രജൻ, ഇൻസുലിൻ, ഗ്ലൂക്കഗൺ, ഓക്സിറ്റോസിൻ. ഈസ്ട്രജനാണ് ശരിയായ ഉത്തരം. ഫൈറ്റോടോക്സിക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ജന്തുവിഷം, സസ്യവിഷം, അണുവിഷം ഇവയെല്ലാം. സസ്യവിഷത്തെക്കുറിച്ചുള്ള പഠനമാണ്. കണ്ണിലെ വെളുത്ത ഭാഗം എന്താണ് അറിയപ്പെടുന്നത്? പ്ലൂറ, കർണപടം, പ്യൂപ്പിസ്, സ്ക്ലിറ.
കണ്ണിലെ വെളുത്ത ഭാഗം അറിയപ്പെടുന്നത് സ്ക്ലീറ എന്നാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്, ഹൃദയം, വായ, ആമാശയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് അവൻ്റെ ത്വക്ക്. ലയൺ ഫിഷിൻ്റെ ജന്മദേശം ഏത് സമുദ്രമേഖലയാണ്? ഇന്ത്യൻ മഹാസമുദ്രം, ദക്ഷിണ ഗംഗ, അറ്റ്ലാന്റിക് സമുദ്രം, ദക്ഷിണ പസഫിക്. ദക്ഷിണ പസഫിക്കാണ് ജന്മദേശം. മനുഷ്യ മസ്തിഷ്കത്തിൽ ശ്വസനം നിയന്ത്രിക്കപ്പെടുന്നത് എവിടെയാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, സെറിബ്രം, സെറിബെല്ലം. ശ്വസനം നിയന്ത്രിക്കപ്പെടുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയിലാണ്. ഒരു പക്ഷിക്ക് എത്ര കൈകാലുകൾ ഉണ്ട്? 6, 3, 4, 5 കൈകാലുകൾ. ഒരു പക്ഷിക്ക് 4 കൈകാലുകളാണ് ഉള്ളത്. ഏത് തരം പക്ഷിക്കാണ് അതിൻ്റെ തലച്ചോറിനേക്കാൾ വലിയ കണ്ണുകൾ ഉള്ളത്? ഒട്ടകപ്പക്ഷി, പ്രാവ്, കോണ്ടോർ, യമു. ഒട്ടകപ്പക്ഷികൾക്കാണ്. ഒരു പക്ഷി മുട്ട വിരിയാൻ എത്ര സമയമെടുക്കും? 15 മുതൽ 20 ദിവസം, 10 മുതൽ 20 ദിവസം, 20 മുതൽ 30 ദിവസം, 30 മുതൽ 50 ദിവസം. പക്ഷി മുട്ട വിരിയാൻ 10 മുതൽ 20 ദിവസം എടുക്കും. തല കീഴായി വെച്ചാൽ മാത്രം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന പക്ഷി ഏത്? ഹമ്മിങ് പക്ഷി, പോച്ചാർഡ്, ഫ്ലമിംഗോ, പീചിക്സ്. ഫ്ലമിംഗോയ്ക്കാണ്. പക്ഷികളിൽ ഏതാണ് നീലമുട്ടകൾ ഇടുന്നത്? ബ്ലൂബേർഡ്, ഫീനിക്സ് കോഴി, കുക്കു, അമേരിക്കൻ റോബിൻ. പക്ഷികളിൽ നീലമുട്ട ഇടുന്നത് അമേരിക്കൻ റോബിനാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏത്? തത്ത, മൈന, കുയിൽ, മയിൽ. പക്ഷികളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി തത്തയാണ്. പകൽ സമയത്ത് വിശ്രമിക്കുന്ന ഒരു പക്ഷിയുടെ ശരാശരി ഹൃദയമിടിപ്പ് 233, 247, 287, 282. ശരാശരി ഹൃദയമിടിപ്പ് 282 ആയിരിക്കും. ഒരു പക്ഷിയുടെ സാധാരണ താപനില എത്രയാണ്? 200 ഫാരൻഹീറ്റ്, 100, 50 ഫാരൻഹീറ്റ്, 176. 100 ഫാരൻഹീറ്റ് ആയിരിക്കും. പറക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്ന പക്ഷി ഏത്? ടൗക്കാൻ, ഫാൽക്കൺ, ആൽബട്രോസ്, കസോവറി. പറക്കുമ്പോൾ ഉറങ്ങാൻ സാധിക്കുന്ന പക്ഷിയാണ് ആൽബട്രോസ്. കൂട് പണിയുന്നതിനു പകരം കുഴികൾ കുഴിക്കുന്ന പക്ഷി? കാപ്പൺ, പഫിൻ, കോക്കറൽ, ഹമ്മിങ് ബേർഡ്. പഫിനാണ് ശരിയായ ഉത്തരം. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരം കടന്നാണ്? ആര്യങ്കാവ് ചുരം, ആലുവ മൊഴി ചുരം, പാലക്കാട്ട് ചുരം, നെടുമ്പായി ചുരം. ആര്യങ്കാവ് ചുരം കടന്നാണ്. കേരളത്തിൽ അവസാനം രൂപീകരിച്ച സർവകലാശാലയുടെ പേരെന്ത്? മഹാത്മാഗാന്ധി സർവകലാശാല, സംസ്കൃത സർവകലാശാല, കൊച്ചി സർവകലാശാല, കണ്ണൂർ സർവകലാശാല. കണ്ണൂർ സർവകലാശാലയാണ് അവസാനം. മണ്ണ് ഉപയോഗിക്കാത്ത ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്നതിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? കസറികൾച്ചർ, ഹൈജീൻ, ഹൈഡ്രോപോണിക്സ്, ഹോർട്ടിക്കൾച്ചർ. ഹൈഡ്രോപോണിക്സ് എന്നറിയപ്പെടുന്നു. ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകത്തിൻ്റെ പേരെന്ത്? സ്വർണം, സിൽവർ, സിലിക്കൺ, ആർസനിക്. ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. അഷ്ടാംഗ സംഗ്രഹം രചിച്ചത് ആര്? വാഗ്ഭടൻ, ശുശ്രുതൻ, ചരകൻ, ധന്വന്തരി. ആരാണ് അഷ്ടാംഗ സംഗ്രഹം രചിച്ചത്?
വാഗ്ഭടനാണ് രചിച്ചത്. പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 31, ജൂൺ 2, ഫെബ്രുവരി 10, ഓഗസ്റ്റ് 16. പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് 31-നാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? വില്യം ജോൺസ്, ശ്യാമശാസ്ത്രി, ചാൾസ് വിൽക്കിൻസ് ഇവരാരുമല്ല. ഇംഗ്ലീഷിലേക്ക് ഭഗവത്ഗീത തർജ്ജമ ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്? EMS നമ്പൂതിരിപ്പാട്, P കൃഷ്ണപിള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം ഏത്? കരൾ, ഹൃദയം, പ്ലീഹ, കിഡ്നി. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹയാണ്. ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ. സാഞ്ചി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. കൊച്ചി രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തൃപ്പൂണിത്തറ, തിമൂർ, തിരുവഞ്ചൂർ, തിരുപ്പതി. ഭരണ ആസ്ഥാനം തൃപ്പൂണിത്തറയായിരുന്നു. ഭാവനയുടെ അന്ത്യം എഴുതിയതാരാണ്? ലളിതാംബിക അന്തർജനം, സുഗതകുമാരി, അരുന്ധതി റോയ്, സലിം അലി. അരുന്ധതി റോയ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏത്? എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം ജില്ലയായിരുന്നു. അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന പക്ഷി ഏത്? പെൻഗ്വിൻ, കിവി, ഒട്ടകപ്പക്ഷി, പ്രാപ്പിഡിയൻ. താഴെ പറയുന്നവയിൽ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന പക്ഷിയാണ് പെൻഗ്വിനുകൾ. ചേനയിലെ ചൊറിച്ചിൽ വരുത്തുന്ന രാസവസ്തു ഏത്? കാൽസ്യം ഓക്സലേറ്റ്, സിങ്ക് ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം പെർമാംഗനേറ്റ്. കാൽസ്യം ഓക്സലേറ്റ് ആണ് ശരിയായ ഉത്തരം. എംപയർ സ്റ്റേറ്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാരീസ്, ന്യൂയോർക്ക്, ലണ്ടൻ, ഈജിപ്ത്. എംപയർ സ്റ്റേറ്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണ്? ഈച്ചര വാര്യർ, കേശവദാസ് തകഴി, KCS പണിക്കർ. ഈച്ചര വാര്യരുടെ ആത്മകഥയാണ്. ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം ഏത്? കലിയുഗരായൻ പണം, ചില്ലറ, കാശ്, രൂപ. കലിയുഗരായൻ പണമാണ്. കേരളത്തിൻ്റെ കടലോരത്തിൻ്റെ ദൈർഘ്യം എത്ര? 360 കിലോമീറ്റർ, 580 കിലോമീറ്റർ, 620 കിലോമീറ്റർ, 480 കിലോമീറ്റർ. 580 കിലോമീറ്ററാണ്. ബുൾസ് ഐ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി, ഫുട്ബോള്, ഷൂട്ടിംഗ്, ചെസ്സ്. ബുൾസ് ഐ എന്ന പദം ഉപയോഗിക്കുന്നത് ഷൂട്ടിംഗ് എന്ന കളിയിലാണ്. ഏറ്റവും കൂടുതൽ കാലുകളുള്ള ജീവി ഏത്? തേരട്ട, പഴുതാര, ഒച്ച്, ഉറുമ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ കാലുകളുള്ളത് തേരട്ടയ്ക്കാണ്. ഹൈഡ്രോപ്പതി എന്നത് ഏത് വിജ്ഞാന ശാഖയിൽ ഉൾപ്പെടുന്നതാണ്? നീതിശാസ്ത്രം, ജലപ്രയോഗ ചികിത്സ, ഡിക്ഷണറി നിർമ്മാണം, കാലനിർണയ ശാസ്ത്രം. ജലപ്രയോഗ ചികിത്സ.
ഏറ്റവും ആയുസ് കൂടുതലുള്ള ജീവി ഏത്? ആമ, ആന, ഒട്ടകം, സിംഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് ആമകൾക്കാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനം ഏത്? മിലി തരാന, കസാമൻ, കിമിഗായോ, ഇഷിബിലാന്തി. അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനം അറിയപ്പെടുന്നത് മിലി തരാന എന്നാണ്. തൊലിപ്പുറത്ത് വിത്ത് കാണപ്പെടുന്ന പഴം ഏത്? സ്ട്രോബെറി, തക്കാളി, മുട്ടപ്പഴം, സപ്പോട്ട. തൊലിപ്പുറത്ത് വിത്ത് കാണപ്പെടുന്ന പഴമാണ് സ്ട്രോബെറി. നമ്മുടെ രാജ്യത്തെ കറൻസി ചവിട്ടിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്ന നയം സ്വീകരിച്ച രാജ്യം ഏത്? തായ്ലാൻഡ്, സ്പെയിൻ, യൂറോപ്പ്, റഷ്യ. തായ്ലാൻഡാണ് ഈ നയം സ്വീകരിച്ചത്. കൗമാരക്കാർ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഭക്ഷണക്രമം ഏത്? രാവിലെ, രാത്രി, ഉച്ചയ്ക്ക്. രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല. ഏതു രാജ്യമാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിച്ചത്? കാനഡ, അമേരിക്ക, ചൈന, പാകിസ്ഥാൻ. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാനഡയാണ് സഹായിച്ചത്. ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത്? പെട്രോള്, ജലം, പാൽ, ചെമ്പ്. താഴെ പറയുന്നവയിൽ ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് പെട്രോളാണ്. ഏത് ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിനാണ് ചീഞ്ഞ മുട്ടയുടെ മണം ഉള്ളത്? ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ. ചൊവ്വയുടെ അന്തരീക്ഷത്തിനാണ്. മനുഷ്യ ശരീരത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവയവമേത്? ഹൃദയം, വൃക്ക, ആമാശയം, കണ്ണ്. എപ്പോഴും പ്രവർത്തിക്കുന്ന മനുഷ്യ അവയവമാണ് അവൻ്റെ ഹൃദയം. ലോകത്തിൽ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏത്? റിയാൽ, രൂപ, ഡോളർ, ദിനാർ. ഏറ്റവും മൂല്യമേറിയ കറൻസി ദിനാറാണ്. മാനസിക സന്തോഷം കൂട്ടുന്ന പഴം ഏത്? പേരയ്ക്ക, ചക്ക, ആപ്പിൾ, മാങ്ങ. താഴെ പറയുന്നവയിൽ മാനസിക സന്തോഷം കൂട്ടുന്ന പഴമാണ് മാങ്ങാപ്പഴം. റേഡിയോ പ്രക്ഷേപണത്തിന് ആകാശവാണി എന്ന പേര് നൽകിയതാര്? മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ, രവീന്ദ്രനാഥ ടാഗോർ, ഗാന്ധിജി. ആകാശവാണി എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ഭീകരവാദി എന്നറിയപ്പെടുന്ന ജീവി ഏത്? മുതല, ദിനോസർ, പാമ്പ്, ഉറുമ്പ്. താഴെ പറയുന്നവയിൽ ഭീകരവാദി എന്നറിയപ്പെടുന്ന ജീവിയാണ് ദിനോസർ. ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഭക്ഷണം ഏത്? ക്യാബേജ്, പപ്പായ, വാൾനട്ട്, സപ്പോട്ട. വാൾനട്ടാണ് ശരിയായ ഉത്തരം. ലോക് നായക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? പ്രകാശ് ജ, അനൂപ് കപൂർ, വി ഡി സവർക്കർ, ജയപ്രകാശ് നാരായണൻ. പ്രകാശ് ജായാണ് സംവിധാനം ചെയ്തത്. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏത്? ഇംഗ്ലണ്ട്, ഇസ്രായേൽ, അമേരിക്ക, തായ്വാൻ. ഇംഗ്ലണ്ടിൽ വെച്ചിട്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ ഏത്? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം. വിവർത്തനം ചെയ്യപ്പെട്ട ഭാഷ സംസ്കൃതമായിരുന്നു. റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം ഏത്? വെള്ള, പച്ച,
ചുവപ്പ്, വയലറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം വെള്ളയാണ്. താജ്മഹൽ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ആസാം. താജ്മഹൽ കുന്നുകൾ കാണപ്പെടുന്നത് ജാർഖണ്ഡിലാണ്. ആദിവാസി നാടൻ കലകളുടെ സംരക്ഷണ കേന്ദ്രമായ ഭാരത് ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭോപ്പാൽ, ജബൽപൂർ, ഇൻഡോർ, കാണ്ട്ല. ഭാരത് ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. 2 ATM കൗണ്ടറുകൾ മാത്രമുള്ള സ്ഥലം ഏത്? അന്റാർട്ടിക്ക, ആഫ്രിക്ക, ന്യൂയോർക്ക്, അയർലാൻഡ്. അന്റാർട്ടിക്കയാണ് ശരിയായ ഉത്തരം. എവിടെയുള്ള പോലീസുകാരാണ് വെളുത്ത നിറത്തിലുള്ള യൂണിഫോം ധരിക്കുന്നത്? കൊൽക്കത്ത, ഗോവ, മുംബൈ, ഭൂട്ടാൻ. വെളുത്ത നിറത്തിലുള്ള യൂണിഫോം ധരിക്കുന്നത് കൊൽക്കത്തയിലുള്ള പോലീസുകാരാണ്. വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത മനുഷ്യഭാഗം ഏത്? കാലുകൾ, കൈകൾ, ചുണ്ട്, തല. മനുഷ്യനിൽ വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത ഭാഗമാണ് ചുണ്ട്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം സംഭവിക്കുന്നത് എന്ത്? ഉറക്കക്കുറവ്, മലബന്ധം, ദേഷ്യം, വിശപ്പില്ലായ്മ. വിറ്റാമിൻ ഡിയുടെ കുറവ് ഉറക്കക്കുറവിലേക്ക് നയിക്കുന്നു. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി നിർമ്മിച്ച രാജ്യം ഏത്? ഇന്ത്യ, ചൈന, കസാക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ചൈനയായിരുന്നു. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാരിക്കുന്ന്, വണ്ടൻമേട്, കൂത്താട്ടുകുളം, പറമ്പിക്കാവ്. മാരിക്കുന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം എവിടെ? ഗുവാഹത്തി, ചിക്കമംഗ്ലൂർ, ഐരാപുരം, നീലഗിരി. ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലൈംഗികമായി എങ്ങനെയുള്ള ലിംഗമാണ് പെണ്ണിന് ഇഷ്ടം? തടിയുള്ളത്, ചെറുത്, നീളമുള്ളത്, അതിൽ കാര്യമില്ല. നീളമുള്ള ലിംഗമാണ് പെണ്ണിന് ഇഷ്ടം.